ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ രാവിലത്തെ മോർണിംഗ് റുട്ടീനാണ്. രാവിലത്തെ കുറച്ച് ജോലികളാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ടിപ്പുകളും പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഡെയിലി ഇങ്ങനെ ആഴ്ചയിലൊരു ദിവസമെങ്കിലും ചെയ്യാവുന്ന കുറച്ച് ക്ലീനിങ്ങിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചോറ് അടുപ്പത്തിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുടിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ റെഡിയാവുന്ന സമയത്ത് നമുക്ക് രാവിലെ തന്നെ അലക്കാനുള്ള മെഷീനിലെടുത്തിടാം. അപ്പം നമ്മുടെ കിച്ചൺ വർക്കൊക്കെ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ അലക്കിയും കഴിഞ്ഞോളും. അപ്പം നമുക്ക് നമ്മുടെ പണികളുടെ കൂടെ തന്നെ അലക്കും കഴിയും. പിന്നെ അലക്കി ഞാൻ അത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഇപ്പം എല്ലാ ദിവസവും ഇവിടെ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം നല്ല മഴയുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ അലക്കിയില്ലെങ്കിൽ വൈകുന്നേരം പണികളൊന്നും നടക്കത്തില്ല. അപ്പം ഞാനിതാ പാത്രമൊക്കെ കഴുകാനുള്ളതൊക്കെ കഴുകിയിട്ടുണ്ട്. എന്നിട്ട് ഞാനിതാ സിങ്കൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിടുന്നുണ്ട്. അപ്പോൾ സിങ്കെല്ലാം കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ടതിന് ശേഷം സിങ്കൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളതുപോലെ തന്നെ കുക്കിംഗ് കഴിയുന്ന സമയത്ത് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മുടെ സിങ്കൊക്കെ ക്ലീൻ ചെയ്ത് ഇടുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടിരുന്നോളൂ. അപ്പം തന്നെ നമ്മളൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് തേച്ച് കഴുകി നന്നായിട്ട് ഇടുക. അപ്പം നല്ല വൃത്തിയായിട്ടിരുന്നോളും. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. നമ്മളിന്ന് ചോറിന് പരിപ്പും കുമ്പളും തക്കാളിയും കൂടി ഒന്ന് തേങ്ങ അരച്ച് കറി വെച്ചു. പിന്നെ മീൻ മുളകിട്ട് വറ്റിച്ചെടുത്തു. പിന്നെ നമ്മൾ ക്യാബേജ് തോരനുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചോറിന സമയം പപ്പടം കൂടെ കാച്ചിയാൽ മതിയല്ലോ. അപ്പോൾ ഉച്ചക്കത്തേക്കും വൈകുന്നേരത്തേക്കും ഒക്കെ ഞാൻ കറിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ പണികളൊക്കെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഹസ്ബൻഡ് വന്നു, ചോറൊക്കെ കഴിച്ചു പോയി. കുട്ടികളും ഞാനൊക്കെ ചോറൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, ക്ലീനിങ്ങിൻ്റെ കൂടെ തന്നെ നമ്മളിങ്ങനെ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ള ക്ലീനിങ്ങിന് സമയം കൊടുക്കുക. നമ്മൾ ഈ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ് മതി നമുക്കിങ്ങനെ സ്പെഷ്യലായിട്ടുള്ള എന്തെങ്കിലും ക്ലീൻ ചെയ്യാനുള്ള സംഭവം ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് ക്ലീൻ ചെയ്യുക. ഇപ്പം മിക്സിയൊക്കെ ആണെങ്കിൽ നമ്മളെന്നും തുടച്ചൊക്കെ ഓരോ പ്രാവശ്യം നമ്മൾ തുടച്ച് വെക്കുമെങ്കിലും അതിനുള്ളിലൊക്കെ ചെളിയൊക്കെ കയറിയിരിക്കുന്നുണ്ടാവും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ മിക്സിയൊക്കെ പുതുപുത്തൻ പോലെ തന്നെ ഇരുന്നോളും. അപ്പം ഞാനിതിൻ്റെ മോൾ ഭാഗം, ഈ സുജാതയുടെ മിക്സിയുടെ മോൾ ഭാഗത്ത് ഒരു ഇതുണ്ട്, അത് ഞാൻ എടുത്ത് മാറ്റി. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഉണ്ടോ, ഈ ഒരു സംഭവം ഞാൻ എടുത്ത് മാറ്റി വെച്ചേക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൻ്റെ മുകളിലിരിക്കുമ്പോൾ ഇതിൻ്റെ ഉൾഭാഗം ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പം ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും. അപ്പം ഞാൻ അതൊന്ന് ഇളക്കി മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ വെച്ച് കൊടുക്കും. അപ്പം നമ്മൾ അരയ്ക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം നമുക്ക് മിക്സി നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകി എടുക്കാൻ എളുപ്പമാണ്. അപ്പം ഞാനത് തേച്ച് കഴുകിയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തുടച്ച് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും വെള്ളമൊക്കെ ഡ്രൈ ആയിട്ട് നല്ല ഉണങ്ങിയിരുന്നോളും. അപ്പം പിന്നെ പേടിക്കാനില്ല. കാരണം ഇന്നത്തെ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ മിക്സി നന്നായിട്ട് തേച്ച് കഴുകി വെച്ചത്. നാളെ ആകുമ്പോഴത്തേക്കും നന്നായിട്ട് നമ്മളും തുടച്ച് വെക്കുന്നുണ്ടല്ലോ. അപ്പം നാളെ ആകുമ്പോഴത്തേ ആ വെള്ളമൊക്കെ എന്തെങ്കിലും ചെറുതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിഞ്ഞ് നല്ല ഡ്രൈ ആയിട്ടിരുന്നോളും. പിന്നെ എനിക്കിന്ന് സ്പെഷ്യലായിട്ട് ക്ലീൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പച്ചരി അതുപോലെ തന്നെ അരി ഒക്കെ ഇട്ട് വെക്കുന്ന ഒരു വലിയ ഡ്രമ്മ് പോലത്തെ 2 പാത്രങ്ങളുണ്ട്. ഒന്നിൽ പച്ചരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇട്ട് വെക്കാറുള്ളത്. പിന്നെ ഒന്നിൽ ഞാൻ അരിയുമാണ് ഇട്ട് വെക്കാറുള്ളത്. അപ്പം അങ്ങനത്തെ പാത്രങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് വെക്കുക. ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് നമ്മൾ അതിന് കൊടുത്താൽ മതി. പിന്നെ വീണ്ടും പുതിയതായിട്ട് അരി വെക്കുന്നതിന് മുമ്പ് തന്നെ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി, പ്രാണികളോ അല്ലെങ്കിൽ അതുപോലെ നമ്മൾ അരി ഇങ്ങനെ ഇട്ട് വെക്കുന്നതിൻ്റെ പൊടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ ആ പാത്രമൊക്കെ ഇങ്ങനെ കുറേ നാൾ അങ്ങനെ നമ്മൾ കഴുകാതൊക്കെ ഇരിക്കണം, പൂത്തിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൂപ്പലിൻ്റെ ഇതൊന്നും വരാതിരിക്കാനായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ ഒക്കെ ഒന്ന് പുതിയതായിട്ട് അരി റീസ്റ്റോക്ക് ചെയ്യുന്നതിന് മുമ്പ്, ആഴ്ചയിലാണ് നിങ്ങൾ റീസ്റ്റോക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴാണ് അങ്ങനെ, അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലാണെങ്കിൽ അങ്ങനെ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്ന സമയത്തിന് മുമ്പ് ഒന്ന് നമ്മൾ നന്നായിട്ട് തേച്ച് കഴുകി ഒന്ന് വെയിലത്ത് ഉണക്കിയെടുക്കുക. അപ്പം ഇങ്ങനത്തെ കുറച്ച് വലിയ ഡ്രമ്മാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ആ 2 ഡ്രമ്മും ഞാൻ ഇന്നൊന്ന് തേച്ച് കഴുകി വെക്കുന്നുണ്ട്. നമ്മൾ ഓരോ ആഴ്ചയും നമ്മുടെ പണികൾ നമ്മൾ ഡിവൈഡ് ചെയ്ത്, അതായത് നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഡിവൈഡ് ചെയ്ത് നമ്മളിങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യം ചെയ്യുക. അതുപോലെ ബോട്ടിൽസ്, നമ്മൾ പയറ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൊടികൾ അതൊക്കെ ഇട്ട് വെക്കുന്ന ബോട്ടിൽസ് അതുപോലെ തന്നെ ഒഴിവാകുമ്പോൾ ഇതേപോലെ ഒന്ന് തേച്ച് കഴുകി ഉണക്കിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്കിങ്ങനെ ജനൽ, വാതിൽ അങ്ങനത്തെ പൊടികളൊക്കെ തട്ടാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം അതിനു വേണ്ടി കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ജോലികൾ നമ്മൾ ഡിവൈഡ് ചെയ്ത് ക്ലീനിങ് കുറേശ്ശെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊരു ജോലിഭാരമായിട്ട് തോന്നുകയുമില്ല, മടുപ്പും തോന്നില്ല, നമുക്ക് മടിയും പിടിക്കില്ല. ആഴ്ചയിൽ ഒരു ദിവസം ജനൽ തട്ടാൻ, എന്നിട്ട് തുടയ്ക്കാൻ, അല്ലെങ്കിൽ വാതിൽ തുടയ്ക്കാൻ,
അങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിനുള്ള കാര്യങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ പണികളൊക്കെ നേരത്തെ തീർത്തലേന്ന് തന്നെ നമ്മൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് കറികളൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഒരു ദിവസമാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു റൂം ഫുള്ള് ക്ലീൻ ചെയ്യാനുള്ള സമയം കിട്ടും. അങ്ങനെയാകുമ്പോൾ നമ്മൾ വീടൊക്കെ പൊടിയൊന്നും ഇല്ലാതെയും നല്ല ക്ലീൻ ആയിട്ടിരിക്കും. നമ്മുടെ പാത്രങ്ങളാണെങ്കിലും അതുപോലെ നമ്മുടെ വീടൊക്കെ ആണെങ്കിലും ഇങ്ങനെ ക്ലീൻ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. നല്ല വൃത്തിയായിട്ടിരിക്കും. അപ്പോൾ പൊടിയൊന്നും ഇല്ലാതെ നല്ല ക്ലീൻ ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ക്ലീനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഒഴിവാക്കാനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാനും പറ്റും. വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയെടുക്കുക. അപ്പം ഞാനിതാ ഡ്രമ്മൊക്കെ 2 ഡ്രമ്മുണ്ട്, 2 ഡ്രമ്മും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി സിങ്കൊക്കെ ഒന്ന് തേച്ച് കഴുകാനുണ്ട്. നമ്മൾ ഡ്രമ്മൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ സിങ്കൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയിട്ട് ഡ്രമ്മൊക്കെ ക്ലീൻ ചെയ്തപ്പോൾ ആ പൊടിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ സിങ്കും നല്ലോണം 2 ഡ്രമ്മും ക്ലീൻ ചെയ്ത് ഞാൻ പുറത്ത് വെച്ച് ഉണക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ സിങ്കും ഒക്കെ ഒന്ന് തേച്ച് കഴുകിയിട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ രാവിലത്തെ ജോലികളും കഴിയും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് ക്ലീനിങ് ചെയ്യാനുള്ള ഈ 2 ഡ്രമ്മും അതുപോലെ തന്നെ നമ്മുടെ മിക്സി നമ്മൾ ക്ലീൻ ചെയ്തെടുത്തു. അപ്പം നമുക്കിനി അത് നല്ല വൃത്തിയായിട്ട് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാൻ പറ്റും. അരിയും പച്ചരിയൊക്കെ നമുക്കതിനകത്ത് റീസ്റ്റോക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് നമ്മുടെ വീട് പൊടിയില്ലാതെയും അതുപോലെ തന്നെ വീട്ടിലുള്ള സാധനങ്ങളും നല്ല വൃത്തിയായിട്ടിരുന്നോളും. അപ്പം നമുക്ക് നമ്മളുടെ മടുപ്പൊക്കെ മാറി നമുക്ക് വീടൊക്കെ കാണുമ്പോഴും നമ്മുടെ പാത്രങ്ങളൊക്കെ കാണുമ്പോഴും നല്ല ഐശ്വര്യമായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇപ്പം 3-4 ദിവസമായിട്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വെയിൽ കുറവാണ്. എന്നാലും ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ടത് കമത്തി വെക്കുന്നുണ്ട് 2 ഡ്രമ്മും. അപ്പോൾ വെയിലുള്ളെങ്കിലും അതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇനി അരിയൊക്കെ അതിനകത്ത് പച്ചരിയൊക്കെ റീസ്റ്റോക്ക് ചെയ്ത് വെക്കാനാകുമ്പോഴേക്കും അതൊക്കെ നല്ല ഡ്രൈ ആയിട്ട് ഇരുന്നോളും. അപ്പം നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലീനിങ്ങിൽ ഡെയിലി റുട്ടീനിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ വീക്ക്ലി റുട്ടീനിലൊക്കെ ഉൾപ്പെടുത്തുക. നമുക്ക് എങ്ങനെയാണ് സൗകര്യം, നമുക്ക് മടുപ്പ് തോന്നാതെ നമുക്ക് ഇൻട്രസ്റ്റോടെയും ചെയ്യാൻ പറ്റുന്ന ഈ രീതി ഏത് ദിവസമാണോ നമുക്കുള്ളത്. എല്ലാ ദിവസമൊന്നും ഇതുപോലെ ക്ലീനിങ്ങിന് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഓരോ കാര്യങ്ങൾ കുക്കിങ്ങും അതുപോലെ കുട്ടികളുടെ കാര്യം പ്രത്യേകിച്ച് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ക്ലീനിങ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ ഞാനത് ഡ്രമ്മൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി അവിടേക്ക് ഒന്ന് സിങ്കൊക്കെ നല്ലോണം ഒന്ന് തേച്ച് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കുക്കിങ്ങിൻ്റെയും ക്ലീനിങ്ങിൻ്റെ ഒക്കെ പണികൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രീ ആണ്. അപ്പം നമുക്ക് രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ എല്ലാവരും ഇങ്ങനെ പണികളൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. വൈകുന്നേരത്തേക്കൊന്നും വെക്കാതിരിക്കുക. അപ്പം നമുക്ക് കിടക്കുന്നവരാണെങ്കിൽ കിടക്കാം. പിന്നെ കുട്ടികളുടെ കൂടെ നമുക്ക് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് കുട്ടികളുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പണികളെല്ലാം തീരണം. അതുപോലെ വൈകുന്നേരമൊക്കെ ആണെങ്കിലും നമുക്ക് റിലാക്സ് ചെയ്തിരിക്കുക. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനും പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ വീട് ക്ലീൻ ആയിട്ട് ഇരുന്നാൽ തന്നെ നമുക്ക് നല്ല സന്തോഷമായിട്ടും സമാധാനമായിട്ടും നമുക്ക് ഇരിക്കാൻ പറ്റും. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന ദിവസങ്ങൾ കാണാനായിരിക്കും. ബൈ ബൈ.